ശ്രീ രാഹുൽ ഈശ്വർ, നോക്കൂ, ഇവിടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അഞ്ച് വർഷത്തോളം അത് പൂഴ്ത്തപ്പെട്ടിരുന്നു. എന്തുകൊണ്ടാണ് അത് പൂഴ്ത്തപ്പെട്ടതെന്നുള്ള കാര്യം ഇപ്പോൾ അത് രഞ്ജിത്തിന്റെ രൂപത്തിലും മുകേഷ് രൂപത്തിലൊക്കെ ഈ ദിവസം കേരളത്തിൽ മനസ്സിലാവുന്നുണ്ട്. അത് പോട്ടെ, അത് കഴിഞ്ഞ് അത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന് കഴിഞ്ഞ് അതിനെ തുടർന്ന് പശ്ചിമബംഗാൾ നടിയുടെ പരാതിയെ തുടർന്ന് നോക്കൂ ശ്രീ രാഹുൽ ഈശ്വർ, എത്രയാണെന്ന് വരുന്ന ആരോപണ പെരുമഴ. രാഹുൽ ഈശ്വർ, ഹേമ കമ്മിറ്റിയുടെ ഇമ്പാക്ട് ചെറുതാണോ? സാധാരണ ഹാഷ്മിയാണ് ഏറ്റവും നല്ല പഞ്ച് ഡയലോഗ് പറയുന്നത്. പക്ഷെ ഹാഷ്മിക്ക് മേളിലുള്ള പഞ്ച് ഡയലോഗാണ് ഇന്ന് പൃഥ്വിരാജ് പറഞ്ഞത്. അത് ഫ്ലവേഴ്സ് 24 കൊടുത്തില്ല എന്നൊരു വിഷമവും പൃഥ്വിരാജ് പറഞ്ഞു. ആരോപണം ഉന്നയിച്ചവർ നിയമ നടപടി, അല്ലെങ്കിൽ ആരോപിക്കപ്പെട്ടവർ നിയമ നടപടി നേരിടണം. അതോടൊപ്പം ആരോപണം ഉന്നയിച്ചത് തെറ്റാണെങ്കിൽ അവരും നിയമ നടപടി നേരിടണമെന്ന് മാത്രമല്ല, ഇവരനുഭവിച്ച അതേ കാര്യങ്ങൾ അനുഭവിക്കണം. രാഹുൽ ഈശ്വറൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം ശ്രീ പൃഥ്വിരാജ് കൂടെ പറഞ്ഞതിൽ വളരെ സന്തോഷമാണ്. പൃഥ്വിരാജിന്റെ നിലപാടാണ് നമ്മുടെ മലയാളി സമൂഹം എടുക്കേണ്ടത്. അദ്ദേഹം ഒരു കാര്യവും മറച്ചു വെച്ചില്ല, എല്ലാം തുറന്നു പറഞ്ഞു. എന്നാൽ ബാലൻസ്ഡ് ആയി പറഞ്ഞു. ആ ബാലൻസ് എന്താണ്? ആരോപണങ്ങൾ ഉണ്ട്, ആ ആരോപണങ്ങൾക്ക് മേൽ നടപടി വേണം. വ്യാജ ആരോപണങ്ങളാണെങ്കിൽ അവർക്കെതിരെ നടപടി വേണം. അത് പറഞ്ഞ പൃഥ്വിരാജിന് ഒരു വലിയ സല്യൂട്ട്. അത്തരത്തിലുള്ള സന്തുലിതമായ ബാലൻസ്ഡ് നിലപാടുകളാണ് കേരളത്തിന് ആവശ്യം. രണ്ട്, ശ്രീ രഞ്ജിത്തും ഇവർക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു കാര്യം കൂടെ എനിക്കും കൂടെ പറയാൻ കഴിയും. ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരോട് സംസാരിച്ചിരുന്നു, പരാതി കിട്ടുന്നവരും രാജിവെച്ചവരോടും ഒക്കെ സംസാരിച്ചിരുന്നു. അവരെല്ലാം നിയമ നടപടിയായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട്. ശ്രീ സിദ്ദിഖ് ഓൾറെഡി തന്നെ അദ്ദേഹത്തിന്റെ നിലപാട് ഏറ്റവും സ്തുത്യർഹമാണ്. ആരോപണം കേട്ടപ്പോൾ ആരുടെ അഭിപ്രായം പോലും ചോദിച്ചില്ല, അപ്പം തന്നെ രാജിവെച്ചു. അടുത്ത ദിവസം തന്നെ അങ്ങനെയല്ല, വൈകിട്ടാണ് സംഭവിച്ചത്. അല്ല, അദ്ദേഹത്തിന്റെ മാന്യത കാണാതിരിക്കരുത്. തീർന്നില്ല. അടുത്ത ദിവസം ശ്രീ രഞ്ജിത്ത് നിയമ നടപടിയായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട്. മാമുക്കോയുടെ മകൻ പോകുന്നുണ്ടെന്നാണ് അറിഞ്ഞത്. ശ്രീ സുധീഷ് പോകുന്നുണ്ടെന്നാണ് അറിഞ്ഞത്. അഖിലടക്കമുള്ളവർ വരുന്നുണ്ട്. അങ്ങനെ ഈ രണ്ടിനും നിയമ നടപടി വരട്ടെ. അപ്പൊ ഇന്നലെ എന്തായാലും ഒരു കാര്യത്തിൽ ഇപ്പൊ നമ്മൾ എല്ലാവരും യോജിപ്പാണ്, പരാതി ഉണ്ടാവണം. ആ പരാതി ഇപ്പോൾ ഈ അന്വേഷണ സംഘം അന്വേഷിക്കും. ഇനി ഇത് പരാതി തെറ്റാന്നോ ശരിയാന്നോ തെളിയുമല്ലോ. അതിനെയും കൽപ്പാന്ത കാലം വരെ ഒന്നും കാത്തിരിക്കണ്ടല്ലോ. കൂടി വന്നാൽ 2 ആഴ്ച അല്ലെങ്കിൽ 1 മാസം അല്ലെങ്കിൽ 1-2 മാസത്തിനുള്ളിൽ അറിയും. ദിലീപിനെ കള്ളക്കേസിൽ കുടിക്കുക പോലെ എല്ലാവരെയും ഒരുപാട് കാലത്തേക്ക് കള്ളക്കേസിൽ കൊടുക്കാന്ന് ആരും വിചാരിക്കേണ്ട. കാര്യം ദ്രുതഗതിയിൽ ടൈം ബൗണ്ട് ആയിട്ട് നമുക്കൊരു അന്വേഷണം. രാഹുൽ പൃഥ്വിരാജ് പറഞ്ഞത് എന്തിനാണ് പൃഥ്വിരാജ് പറഞ്ഞത്? ഈ പറഞ്ഞ ആരോപണ വിധേയന്റെ പേര്, ആരോപണ വിധേയനെ മറച്ചു വെക്കണം നിയമം എവിടെയും പറയുന്നില്ല. കുറ്റമുണ്ടെങ്കിൽ അന്വേഷണം ഉണ്ടാവണം. അമ്മ എന്ന് പറഞ്ഞ സംഘടനയ്ക്ക് പിഴവുണ്ടായി, പവർ ഗ്രൂപ്പ് ഉണ്ട് എന്ന് തന്നെ പറയുകയാണ്. വിലക്ക് നേരിട്ടത് ആദ്യം പാർവതിക്കല്ല, എനിക്കാണ് എന്ന് പൃഥ്വിരാജ് പറയുകയാണ്. താങ്കൾ പൃഥ്വിരാജിന്റെ ഉടുപ്പെടുത്തിടരുത്. അദ്ദേഹം ക്ലാരിറ്റിയോടെ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ശരി, അതാണ് ഞാൻ പറയുന്നത്. അപ്പൊ താങ്കൾ പറഞ്ഞ പൃഥ്വിരാജ് എന്ന് പറയരുത്. ഇപ്പൊ താങ്കൾ എല്ലാ കാലം ഇപ്പൊ ദിലീപാണെങ്കിൽ ദിലീപിനൊപ്പം, അല്ലെങ്കിൽ ഇപ്പോൾ പരാതി കൊടുക്കുന്ന വനിതകൾക്കെതിരെയാണ് താങ്കളുടെ നിലപാട്. പൃഥ്വിരാജ് നിലപാട് അങ്ങനെയല്ല. പൃഥ്വിരാജ് നിലപാട് അങ്ങനെയല്ല. അവിടെ താങ്കൾ പൃഥ്വിരാജ് ഒരുപാട് പറഞ്ഞോളരുത്. രണ്ട്, അങ്ങ് എന്തുകൊണ്ട് പറഞ്ഞില്ല? പൃഥ്വിരാജ് വ്യാജ ആരോപണമാണെങ്കിൽ, വ്യാജ പരാതിയാണെങ്കിൽ അവർക്കെതിരെ നടപടി വേണമെന്ന് പറഞ്ഞ കാര്യം ഞാൻ ഫ്ലവേഴ്സ് ന്യൂസ് 24 കൂടെയാണ് നേരത്തെ കണ്ടത്. ഇപ്പൊ നമ്മുടെ ന്യൂസിലേക്ക് ഒന്നും പറഞ്ഞില്ല. ഈ ബാലൻസ് ഏകപക്ഷീയമായ പുരുഷനെ ആക്രമിച്ച് ഇല്ലാതാക്കണമെന്നൊരു ധാരണ നമുക്ക് ഉണ്ടായിരുന്നു. അവിടെയാണ് ആരോപണം ശരിയാകാം തെറ്റാകാം. ഇതൊന്നും വെളിപ്പെടുത്തലുകളല്ല. ബാബുരാജിനെതിരെ വന്നത്, സിദ്ദിഖിനെതിരെ വന്നത്, രജിത് സാറിനെതിരെ വന്നത്, ഇതൊക്കെ വെളിപ്പെടുത്തലാണ്. ആ വെളിപ്പെടുത്തൽ ശരിയാകാം തെറ്റാകാം. ആ വെളിപ്പെടുത്തൽ ശരിയാണോ നോക്കണം. ഒരു വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ശ്രീ ദിലീപിനെ വേട്ടയാടിച്ച പോലെ എല്ലാവരെയും 80 ദിവസം ജയിലിലിടാന്നൊന്നും ആരും കരുതണ്ട. അതിശക്തമായ നിയമ നടപടികളെ മുമ്പോട്ട് പോകും. ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ശ്രീ ദിലീപിന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റുണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന് നേരെ ആരോപണം ഉണ്ടായപ്പോൾ അദ്ദേഹം ശക്തമായി പ്രതികരിച്ചില്ല. അതൊക്കെ പോട്ടെ, വിട്ടുകളയാൻ, ആരോപണങ്ങളല്ലേ എന്ന് വിചാരിച്ചു. അദ്ദേഹത്തിനെതിരെ നടന്ന വ്യാജ ആരോപണങ്ങൾക്കെതിരെ അതിനുശേഷം ഒരു പ്രൊഡ്യൂസർ പ്രതികരിച്ച പോലെ ശക്തമായി പ്രതികരിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ രീതിയിലുള്ള വ്യാജ ആരോപണങ്ങൾ വിചാരണ പൂർത്തിയായി എന്താണ് ശിക്ഷ വിധിക്കാതിരിക്കുന്ന നടനെ പറ്റിയാണ് പറയുന്നത്. ഇപ്പൊ ഒരു ആക്രമണ കേസിൽ ആരോപണ വിധേയന ഒരാളെ പറ്റി ഞാൻ പറഞ്ഞ ആരോപണ വിധേയന ഒരാളാണ് നിഷ്കളങ്കൻ, അങ്ങ് വെറുതെ വിട്ടു മഹാത്മാഗാന്ധിയെ പോലെ സംസാരിക്കുന്നത്. അതെ, അത് വരട്ടെ. അല്ല, ഞാൻ പറഞ്ഞ ആ ശിക്ഷാവിധി വരട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് ഗാന്ധിയാക്കാം. ഈ പറഞ്ഞ ആൾക്കാരെ നമുക്ക് അന്നാക്കാം. അതിപ്പോ ആക്കാൻ നിൽക്കണ്ട. അത് മര്യാദയല്ലേ? അതിപ്പോ ആക്കാൻ നിൽക്കണ്ട. അതെ, ഇരിക്കാം. ആരോപണങ്ങളുടെ സത്യാവസ്ഥ പുറത്തു വരട്ടെ. പരാതി ഉണ്ടെങ്കിൽ എന്തായാലും കേസെടുക്കണം, പരാതി ഇല്ലെങ്കിൽ വേണ്ട.